നമസ്കാരം. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ 3 ഉന്നതർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുരുക്കുമുറുക്കിയിരിക്കുകയാണ്. മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്, കിഫ്ബി സിഇഒ ഡോക്ടർ കെ.എം. എബ്രഹാം എന്നിവരാണ് നോട്ടീസ് ലഭിച്ച മറ്റുള്ളവർ. വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ച് 466 കോടിയുടെ ഭൂമി വാങ്ങിയെന്നാണ് ഇഡിയുടെ ആരോപണം. എന്നാൽ ഇഡിയുടെ ഈ നീക്കത്തെ തള്ളിക്കളഞ്ഞ് കിഫ്ബി സിഇഒ ഡോക്ടർ കെ.എം. എബ്രഹാം രംഗത്ത് വന്നതോടെ വിവാദം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കണക്കുകൾ കള്ളം, അന്വേഷണം രാഷ്ട്രീയ നാടകമെന്നാണ് കെ.എം. എബ്രഹാം ഫേസ്ബുക്കിൽ കുറിച്ചത്. ലണ്ടൻ, സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി 2019 ബോണ്ട് ഇറക്കി 2150 കോടി വിദേശത്ത് നിന്ന് സമാഹരിച്ചത് ചട്ടവിരുദ്ധമാണെന്നാണ് ഇഡിയുടെ പ്രധാന കണ്ടെത്തൽ. സമാഹരിച്ച തുകയിൽ നിന്ന് 467 കോടി രൂപ ഭൂമി വാങ്ങാൻ ഉപയോഗിച്ചത് ഫെമ നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇഡി ചൂണ്ടിക്കാട്ടുന്നു. നോട്ടീസിന് 1 മാസത്തിനകം രേഖാമൂലം മറുപടി നൽകണം. ഇഡിയുടെ കണ്ടെത്തൽ ശരിയെന്ന് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ബോധ്യപ്പെട്ടാൽ ചട്ടലംഘനം ആരോപിക്കപ്പെട്ട 466 കോടിയുടെ 300 ഇരട്ടി വരെ കിഫ്ബിക്ക് പിഴ ചുമത്താൻ സാധ്യതയുണ്ട്. മസാല ബോണ്ട് ഉപയോഗിച്ച് 466 കോടി റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം നടത്തിയെന്നാണ് ഇഡിയുടെ നോട്ടീസിലെ പ്രധാന ആരോപണം. എന്നാൽ ഈ കണക്ക് പച്ചക്കള്ളമാണെന്ന് കിഫ്ബി സിഇഒ വാദിക്കുന്നു. ഇഡി നോട്ടീസിൽ പറയുന്ന 466 കോടി എന്ന തുക കിഫ്ബി നൽകിയതല്ല, മറിച്ച് ഏജൻസി സ്വയം ഉണ്ടാക്കിയെടുത്തൊരു കണക്കാണ്. യഥാർത്ഥത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ ചെലവഴിച്ചത് 66 കോടി രൂപ മാത്രമാണ്. 400 കോടിയുടെ ഈ വ്യത്യാസം മനഃപൂർവ്വമുള്ള തെളിവ് വളച്ചൊടിക്കലല്ലാതെ മറ്റെന്താണെന്നും കിഫ്ബി സിഇഒ ചോദിക്കുന്നു. നിരന്തരമായിട്ടുള്ള സമൻസുകളിലൂടെ 2021 മുതൽ കിഫ്ബിയെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഉദ്യോഗസ്ഥരെ നിരന്തരം വിളിപ്പിക്കുന്നു. ആവശ്യപ്പെട്ട രേഖകൾ സമർപ്പിച്ചാലും വീണ്ടും വീണ്ടും അതുതന്നെ ആവശ്യപ്പെടുക എന്നിവയാണ് കിഫ്ബിയോടുള്ള ഇഡിയുടെ രീതിയെന്നും ആരോപിക്കുന്നു. ഭൂമി വാങ്ങുന്നതും പൊതു ആവശ്യത്തിനായി ഏറ്റെടുക്കുന്നതും തമ്മിൽ നിയമപരമായി വലിയ വ്യത്യാസമുണ്ട്. കിഫ്ബി ചെയ്തത് പൊതുമരാമത്തിനും മറ്റും വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ മാത്രമാണ്. ഇത് RBIയുടെ ECB ചട്ടങ്ങൾ ലംഘിക്കുന്നില്ല. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പോലും NHAIയുടെ സമാനമായ ഭൂമി ഏറ്റെടുക്കലിനെ അംഗീകരിച്ചിട്ടുണ്ട്. ഇഡിക്ക് ഇതൊന്നും അറിയാത്തതാണോ, അതോ അറിയാഞ്ഞിട്ടും നാടകം കളിക്കുന്നതോ എന്നും കെ.എം. എബ്രഹാം ചോദിക്കുന്നു. ഇഡിയുടെ നീക്കം കേവലം നിയമപരമായ നടപടിയല്ല, മറിച്ച് തിരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ വേട്ടയാണെന്നാണ് കിഫ്ബി ആരോപിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നോട്ടീസ് അയച്ച് പുകമറ സൃഷ്ടിക്കാൻ ശ്രമം നടന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തോമസ് ഐസക്കിനെ കൊടുക്കാൻ വീണ്ടും സമൻസ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രിയെ തന്നെ വലയിലിട്ട് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ തിരക്കഥയോടെയാണെന്നും ആരോപിക്കുന്നു. നോട്ടീസ് ലഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയതിന് പിന്നിൽ ആരാണെന്ന ചോദ്യം ദുരൂഹമായി അവശേഷിക്കുന്നു. വിചാരണ കോടതിക്ക് മുൻപേ മാധ്യമ വിചാരണ നടത്താനുള്ള ഇഡിയുടെ തന്ത്രം ഇവിടെയും ആവർത്തിച്ചു. സമൻസ് അയച്ചതിനെ ചോദ്യം ചെയ്തുള്ള കിഫ്ബിയുടെ റിട്ട് ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അതേ വിവരങ്ങൾ ഉപയോഗിച്ച് ഇഡി ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നു. കോടതിയുടെ തീരുമാനത്തിനായി കാത്തു നിൽക്കാതെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന രേഖകൾ ഉപയോഗിച്ച് വേഗത്തിൽ നടപടിയെടുത്തത് നിയമപരമായ മര്യാദകേടാണ്. കിഫ്ബി എല്ലാ രേഖകളും സഹിതം നിയമപരമായി ഇതിനെ നേരിടാൻ ഒരുങ്ങിക്കഴിഞ്ഞു. സത്യം എത്രനാൾ മൂടിവെക്കാൻ സാധിക്കും? കിഫ്ബിക്ക് മറയ്ക്കാനൊന്നുമില്ല, എല്ലാം തുറന്ന പുസ്തകമാണ്. കേരളത്തിന്റെ വികസനം തടയാൻ ആരെയും അനുവദിക്കില്ലെന്നും ഡോക്ടർ കെ.എം. എബ്രഹാം തന്റെ പോസ്റ്റിൽ പറഞ്ഞു.